ഹൈക്കമാൻഡുമായുള്ള പിണക്കം അവസാനിപ്പിച്ചതോടെ പാർട്ടി പരിപാടികളിൽ കൂടുതൽ സജീവമാകാൻ ശശി തരൂർ. തരൂരിനെ പുകഴ്ത്തി സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആത്മാർത്ഥതയുള്ള നേതാവാണെന്നും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും ശശി തരൂരും പ്രതികരിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് പിണക്കം മാറ്റിയ ശശി തരൂർ ഇന്ന് KPCC ആസ്ഥാനത്ത് നടന്ന മഹാത്മാജി അനുസ്മരണത്തിലും പങ്കെടുത്തു. കോൺഗ്രസിന് വലിയ ആശ്വാസം നൽകുന്ന നടപടിയാണ് തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തരൂർ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും വിശ്വപൌരനുമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചത്. പ്രതിപക്ഷ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹം എല്ലാ 140 മണ്ഡലങ്ങളിലും എത്തി കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പും നൽകി. അല്ല, അദ്ദേഹം സജീവമാണല്ലോ. നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം സജീവമാണ്. മനസ്സിലേ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം ഈ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണയുമായിട്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ശശി തരൂരിനെ മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ചാപ്പ കൊത്തുന്നത്, തരൂർ പാർട്ടി മാറുമെന്ന ചാപ്പ കൊത്തുന്നത് മാധ്യമങ്ങളെന്ന വിമർശനം മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് തരൂരിനെ പാർട്ടിയോട് ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനം KC വേണുഗോപാൽ നടത്തിയത്. വടക്കേ മലബാറിലൊരു പാട്ടുണ്ട്, കൊല്ലാതെ കൊണ്ടുവന്നത് നീയെ ചാപ്പ, ഇന്നെന്നെ കൊല്ലിച്ചത് നീയെ ചാപ്പ. അപ്പൊ മനസ്സിലായോ? ചാപ്പയല്ല, നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് തരൂരിന്റെ പേര് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നുമില്ലാന്ന്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്തിന് തന്നോട് മാത്രം മാധ്യമങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു, എന്തിന് താൻ മാത്രം ഇങ്ങനെ പാർട്ടി വിട്ടു പോകുമെന്ന നിലപാട് ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യമാണ് ശശി തരൂർ മുന്നോട്ട് വച്ചത്. എന്നാൽ കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ അപമാനിച്ചില്ലേ എന്ന ചോദ്യത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റേത് ആ ഒരു നീരസം മറച്ചുവെക്കാതെയായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ആ വിഷയത്തിൽ തന്റെ നീരസം വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം നടത്തിയത്. ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും. UDF-ന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. വികസന കാര്യങ്ങളിൽ സത്യമാണ്, ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഒപ്പം എന്റെ കുറ്റം പറയുന്നതോ ആക്ഷേപം ചെയ്യണതോ അതിന് കുറച്ചുകൂടി വിലയുണ്ടാവും. കാരണം ആൾക്കാർക്ക് അറിയാം ഞാൻ എല്ലാത്തിനും എപ്പോഴും കുറ്റം പറയുന്ന ആളല്ല. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങൾ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഏതായാലും CPM-യുമായി ശശി തരൂർ അടുക്കുന്നുവെന്ന വാർത്തകൾ കോൺഗ്രസിന് വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് തരൂരിനെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ മുഖമാക്കി മാറ്റാനാകും കോൺഗ്രസ് ശ്രമിക്കുക. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ശശി തരൂരിന്റെ സാന്നിധ്യമുണ്ടാകും. പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലപാടുകളിൽ തനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് മാത്രമാണ്, അത് പലപ്പോഴും അന്താരാഷ്ട്ര വിഷയങ്ങളിലാണ് അത്തരം നിലപാടുകൾ വരാറുള്ളത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുമായും കോൺഗ്രസിന്റെ നയങ്ങളുമായും ഒരു ഘട്ടത്തിലും താൻ മറ്റൊരു നിലപാട് എടുത്തില്ല എന്ന വിശദീകരണമാണ് തരൂർ ഇന്ന് നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.